രാത്രി ഡൈനിങ് ടേബിളിൽ നിരന്നിരിക്കുന്ന ഫുഡെല്ലാം എത്തി വലിഞ്ഞു നോക്കി. ഒരു ലെഗ് പീസ് കിട്ടിയെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം വിധി. ആദർശ് ദീർഘമായൊന്ന് നിശ്വസിച്ചു. മോളിരിക്ക്, എന്തിനാ മാറി നിൽക്കുന്നത്? ആദർശിന് അരികിലായുള്ള ചെയർ നീക്കിയിട്ടിരുന്നു. എന്താ അതി, നീ കഴിക്കുന്നില്ലേ? പപ്പ സംശയത്തിൽ ചോദിച്ചു. എൻ്റെ പപ്പ, ഒരു ചിക്കൻ പീസ് പോലും ഇല്ലാതെ ഈ ചപ്പാത്തി ഞാൻ എങ്ങനെ കഴിക്കും? എത്ര ദിവസമായി? അവൻ നക്ഷത്രയെ നോക്കി. എൻ്റെ നാച്ചൂട്ടാ, ഒന്ന് നോൺ വെജ് കൂടി വെച്ച് പഠിക്കടി. ആദി, പപ്പയുടെ കടുത്ത സ്വരം. ഇല്ലച്ചാ, ഞാൻ കഴിക്കില്ലെന്നേ ഉള്ളൂ. പാചകം ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. വാങ്ങിയിട്ട് വന്നാൽ മതി. ഹോ, സമാധാനം. ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അവൻ സന്തോഷത്തോടെ കഴിച്ചെഴുന്നേറ്റു. തുള്ളിച്ചാടി വാഷേരിയിലേക്ക് നടക്കുന്നവനെ നോക്കി പപ്പ ചിരിച്ചു. നാച്ചൂട്ട കിച്ചൺ ഡോറിൽ ചാരി നിന്ന് സ്വരം താഴ്ത്തി വിളിച്ചു. അവൾ തിരിഞ്ഞു നോക്കി. എന്താ? കടുപ്പത്തിൽ ചോദിച്ചു. അവൻ പുറത്തേക്ക് എത്തി വലിഞ്ഞു നോക്കി. അച്ഛൻ ഗാർഡനിൽ ഇരിക്കുക. അവൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി പറഞ്ഞു. ആദർശ് അകത്തേക്ക് കയറി. കിച്ചൺ സ്ലാബിന് മുകളിലായിരുന്നു. പെണ്ണെ, മൺഡേ പപ്പ ബാംഗ്ലൂർക്ക് പോകും. നീ ഹോസ്റ്റലിൽ പോകണ്ട, നമുക്ക് ഇവിടെ നിൽക്കാം. അവളുടെ കണ്ണുകൾ കൂർത്തു. രൂക്ഷമായി നോക്കി. എന്തേടി? മനസ്സിലാകുന്നുണ്ട്. ആദർശ് ചിരിച്ചു. അത് ഭാഗ്യം. മനസ്സിലാകുന്നുണ്ടല്ലോ. സമ്മതമല്ലേ? അല്ല, കടുപ്പത്തിൽ പറഞ്ഞ് കഴുകിയ പ്ലേറ്റുകളെല്ലാം റാക്കിലേക്ക് വെച്ചു. എന്താ പെണ്ണെ ഇങ്ങനെ? അവളുടെ കൈത്തണ്ടയിൽ അമർത്തി പിടിച്ചു വലിച്ചു. ദയനീയമായി മുന്നിൽ നിൽക്കുന്ന പെണ്ണിനെ നോക്കി. സത്യം പറയാലോ, പപ്പയും നീയും പോകുമ്പോൾ ഈ വീടുറങ്ങും. എന്തോ എനിക്ക് പറ്റില്ലടി നീ ഒറ്റയ്ക്ക്. അവളുടെ മുഖം ഇരു കൈയിലും വാരിയെടുത്തു. അത് അച്ഛനുണ്ടെങ്കിൽ കുഴപ്പമില്ല ആദ്യേട്ടാ. പക്ഷേ അവളൊന്ന് വിക്കി. നിനക്ക് എന്നെ വിശ്വാസമില്ലേ? ഞാനൊന്നും ചെയ്യില്ല. അപ്പ തിരുമേനിയായിരുന്ന ക്ഷേത്രത്തിലെ കള്ളക്കണ്ണന് പ്രിയപ്പെട്ടവളെ ആ തിരുനടയിൽ ഒരു പെണ്ണിന് വേണ്ട എല്ലാ പരിശുദ്ധിയോടെയും താലി ചാർത്തി എൻ്റെ പാതിയാക്കുന്നത് വരെ ഒന്നും ഉണ്ടാവില്ല. സത്യാണ്. അവളുടെ ഇരു കൈയിലും കൂട്ടിപ്പിടിച്ചു. ആദ്യേട്ടാ, നിന്നെ കാണാതെ ഒരു നിമിഷം പറ്റാത്ത അവസ്ഥയാണ് എനിക്ക്. കോളേജിലും പറ്റുന്നില്ല. നാളെ മുതൽ എൻ്റെ ഒപ്പം കോളേജിൽ വന്നേ പറ്റൂ. ഇനിയും ക്ലാസ് കളയാൻ പറ്റില്ല. വരാം, പക്ഷേ അച്ഛൻ സമ്മതിക്കണം. ഓ, അത് ഞാൻ ഏറ്റു. പപ്പ ഡബിൾ ഓക്കെ ആവും. അവൻ സ്ലാബിന് മുകളിൽ നിന്നും ചാടി ഇറങ്ങി. എൻ്റെ നാച്ചൂട്ടൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. അവൾ തലകുലുക്കി. എന്നാ പോയി സുഖമായി ഉറങ്ങിക്കോ. നാളെ കോളേജിൽ പോകാൻ റെഡി ആയിക്കോ. ഉന്തി നിൽക്കുന്ന കവിളിൽ ഒന്ന് തട്ടി അവൻ പുറത്തേക്ക് നടന്നു. കിച്ചൺ തുടച്ച് വൃത്തിയാക്കി മെയിൻ ഡോർ ഭാഗത്ത് നിന്ന് പുറത്തേക്ക് നോക്കി. ആദർശ് പപ്പയ്ക്ക് അരികിലായി സ്റ്റോൺ ബെഞ്ചിൽ ഇരിക്കുന്നുണ്ട്. അവൾ തിരിഞ്ഞ് സ്റ്റെപ്പുകൾ കയറി. റൂമിൻ്റെ ഡോറടച്ച് ചുവരിൽ ഹാങ് ചെയ്ത് വെച്ചിരിക്കുന്ന അച്ഛൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്നു. അപ്പാ, ഇപ്പം സന്തോഷമല്ലേ? ഞാൻ വല്ലാത്ത അവസ്ഥയില്ല. ഒന്ന് സങ്കടപ്പെടാൻ കൂടെ സമ്മതിക്കാതെ ഒപ്പം നിൽക്കുവാണ് അച്ഛനും ആദ്യേട്ടനും. എൻ്റെ അപ്പയും കൂടി ഒപ്പം ഉണ്ടായിരുന്നേൽ. കണ്ണുകൾ നിറയുമ്പോൾ അവളൊന്ന് ഏങ്ങി. ഈ ജന്മം ഇങ്ങനെ തീരട്ടെ അല്ലേ? ഒരിക്കലും മറക്കാത്ത ഈ മുഖവും എനിക്കായി തന്ന നല്ല നിമിഷങ്ങളും ഹൃദയത്തിലുണ്ടാകും മരിക്കാതെ. ആര് ജീവിതത്തിലേക്ക് കടന്നു വന്നാലും എൻ്റെ അപ്പയുടെ സ്ഥാനമൊന്നും മുന്നിൽ തന്നെ ആയിരിക്കും. വിരലുകൾ ആ ഫോട്ടോയിൽ ഒഴുകി നടന്നു. നിറഞ്ഞ പ്രഭയിൽ കത്തിജ്വലിക്കുന്ന വിളക്കിലെ തിരി കെടുത്തിക്കൊണ്ട് അവൾ ബെഡിലായിരുന്നു. നാച്ചു ഉറങ്ങാൻ പോവാ. അരികിൽ കൂട്ടായി ഉണ്ടാവുമല്ലോ. കുഞ്ഞുകുട്ടിയായി അവളൊന്ന് ചിണുങ്ങി പതിയെ ബെഡിലേക്ക് ചരിഞ്ഞു കിടന്നു. പപ്പ. ഒരുപാട് നേരത്തെ മൗനത്തെ ഭേദിച്ച് അവൻ വിളിച്ചു. അയാൾ ആദർശിൻ്റെ മുഖത്തേക്ക് നോക്കി. ജാനകിയുടെ ഷെയറിൽ ആദ്യമായി ഞാൻ തുടങ്ങിയതാ ഈ കൺസ്ട്രക്ഷൻ കമ്പനി. എൻ്റെ വളർച്ചയുടെ തുടക്കം. അവളുടെ ഓർമ്മ. അയാൾ ഒന്ന് നിശ്വസിച്ചു. അവിടെ കയറി ഈ കള്ളത്തരം കാണിച്ച ആളാരാ? നിനക്കറിയാമായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല? പപ്പ കടുപ്പത്തിൽ ചോദിക്കുമ്പോൾ ആദർശി ചിരിച്ചു. എൻ്റെ പപ്പ, സത്യം പറയാലോ, നമുക്കൊരു ശത്രു ഉണ്ടെന്ന് ഞാൻ അറിയുന്നത് ഇന്നലെയാണ്. കമ്പനിയിലെ തിരിമറിക്ക് പിന്നിലും അയാളാവും. ആര്? ഗൗരവത്തിൽ ചോദിച്ചു മുകുന്ദൻ. എന്താ? ഞെട്ടലോടെ പപ്പ എഴുന്നേറ്റു. നോ അതി, അവൻ അങ്ങനെയൊന്നും ചെയ്യോ? ഏയ് ഇല്ല. ആദർശ് ബെഞ്ചിൽ നിന്നും എഴുന്നേറ്റ് പപ്പയ്ക്ക് അരികിലായി നിന്നു. ജഗനെ പുറത്തിറക്കിയ വ്യക്തി. അവൻ ഒരു ലോറി ഡ്രൈവർ മാത്രമല്ല, മുകുന്ദന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു ഗുണ്ടാ നേതാവും കൂടിയാണ്. ആദി, പപ്പ വെപ്രാളത്തിൽ വിളിച്ചു. അതേ പപ്പ.
മുകുന്ദൻ അയാളുടെ ചിരിക്കുന്ന മുഖത്തിന് പിന്നിൽ ഒരു ചതി മറഞ്ഞു കിടപ്പുണ്ട്. സൂക്ഷിക്കണം. ഇന്നലെ ദീപകിനെ കൊല്ലാൻ ശ്രമിച്ചതിന് പിന്നിലും ഇയാളാണ്. ആൻറ്റിയ എന്നെ വിളിച്ച് അവനെ എങ്ങനെയും രക്ഷിക്കണം എന്ന് പറഞ്ഞത്. അപ്പോ കൂടെ നിന്ന് ചതിച്ചവന് ആനന്ദ് മേനോന്റെ മറ്റൊരു മുഖം കാണിച്ചു കൊടുക്കാനുള്ള സമയം അടുത്തു എന്നർത്ഥം. വല്ലാതെ ഉറച്ചിരുന്നു ആ സ്വരം. ഇപ്പൊ വേണ്ട പപ്പ, നമുക്ക് ജഗനെയും മുകുന്ദനെയും ഒരുമിച്ച് വേണം. അതുവരെ കാത്തിരിക്കാം. അയാൾ ആലോചനയോടെ നിന്നു. പപ്പ എന്നാ ബാംഗ്ലൂർക്ക് പോകുന്നത്? അയാൾ തല ചരിച്ച് ആദിയെ നോക്കി. അത് നാച്ചൂട്ടിനെ ഹോസ്റ്റലാക്കാൻ വേണ്ടിയാ. വേണ്ട, മോൾ ഇവിടെ നിൽക്കട്ടെ. ഈ വീട്ടിൽ കിട്ടുന്ന സുരക്ഷിതത്വം അവിടെ കിട്ടില്ല. ഞാനിനി നിങ്ങളുടെ കല്യാണം കഴിഞ്ഞേ പോകുന്നുള്ളൂ. ആദർശിൻ്റെ ചുണ്ടിൽ ചിരി നിറഞ്ഞു. പപ്പ, കല്യാണം നാച്ചുവിൻ്റെ നാട്ടിൽ മതി. ആ കൃഷ്ണക്ഷേത്രത്തിൽ വെച്ച് ചെറിയൊരു ചടങ്ങ്. പിന്നെ നമുക്കറിയിക്കാനും വേണ്ടി ആരുമില്ലല്ലോ. ശരി, ചേച്ചിമാരെ കല്യാണം കഴിഞ്ഞ് തറവാട്ടിൽ പോയി കാണാം അല്ലേ? പപ്പ പറയുമ്പോൾ സമ്മതം പോലെ അവൻ തലകുലുക്കി. ഇതാരാ ഈ രാവിലെ മുറ്റമടിക്കുമ്പോൾ പടിപ്പുര കടന്ന് അകത്തേക്ക് കയറി വരുന്ന പുരുഷരൂപം. നേത്ര സംശയത്തോടെ ചൂല് നിലത്തേക്ക് ഇട്ടു. ആരാ? പതിഞ്ഞ അവളുടെ സ്വരം. അയാളൊന്ന് ചിരിച്ചു. ഇത് കൊള്ളാം, ജഗനാള് പുലിയാണ്. ഒരു ഗൂഢമായ ചിരി അയാളിൽ നിറഞ്ഞു. ഞാൻ മുകുന്ദൻ. എനിക്ക് ജഗനെ ഒന്ന് കാണണം. വിളിക്കോ? അയ്യോ സാറേ, ലോഡുമായി ഓട്ടം പോകാനാണെങ്കിൽ ഇപ്പോൾ ജഗേട്ടനെ കൊണ്ട് പറ്റില്ല. മുകുന്ദന്റെ കണ്ണുകൾ അവളിലൂടെ ഒന്ന് പാഞ്ഞു നടന്നു. സാറേ, വീണ്ടും നേത്ര വിളിക്കുമ്പോൾ ഞെട്ടലോടെ കണ്ണുകൾ പിൻവലിച്ചു. അതെന്താ വരാൻ കഴിയാത്തത്? ഗൗരവത്തിൽ ചോദിച്ചു. സാർ അകത്തേക്ക് വരൂ. നേത്ര മുന്നേ നടന്നു. പിന്നാലെ മുകുന്ദനും. ഒരു പ്രാവശ്യം കൂടി ഞാനിവിടെ വരും, അയാൾ മനസ്സിൽ പറഞ്ഞു. ഒരു റൂമിൻ്റെ ഡോറ് തുറന്ന് നേത്ര അകത്തേക്ക് കയറി. ജഗൻ കാലിലും കയ്യിലും ബാൻഡേജ് ഇട്ട് ദേഹമാസകലം ചതവും നെറ്റിയിൽ വലിയ കെട്ടുമായി കിടക്കുന്ന ജഗനെ കണ്ട് മുകുന്ദൻ ഉറക്കെ വിളിച്ചു. അവൻ കണ്ണുകൾ വലിച്ചു തുറന്നു. സാറ് സന്തോഷത്തോടെ ഉറക്കെ പറഞ്ഞു. എന്താടോ, എന്താ ഇത്? ആരാ ഈ വേല ചെയ്തത്? വെപ്രാളത്തിൽ ചോദിച്ചു. ജഗൻ നേത്രയെ നോക്കി. നീ പോയിക്കോ. തലകുലുക്കി അവൾ പുറത്തേക്ക് നടന്നു. പിന്നിൽ ഡോർ ലോക്ക് വീഴുമ്പോൾ സംശയത്തോടെ നേത്രയുടെ മുഖം ഇരുണ്ടു. ആരാ ഇയാൾ? ഇങ്ങനൊരാളെ ഞാനിതേവരെ കണ്ടിട്ടില്ല. ഓ അങ്ങനെ. അപ്പോ നിന്റെ ഭാര്യയ്ക്ക് ഒരു അനുജത്തി കൂടി ഉണ്ട്? ഉണ്ട് സാറേ. അവനെ എനിക്ക് വേണം. ഇവിടെ നിന്നും എഴുന്നേറ്റാൽ ഉടനെ ഞാനങ്ങ് വരും. സാറിൻ്റെ സഹായം എനിക്ക് വേണം. വേദന കടിച്ചമർത്തി ജഗൻ പറഞ്ഞു. എന്ത് സഹായം വേണേലും തരാം. തിരിച്ച് ഞാനും പ്രതീക്ഷിക്കുന്നുണ്ട്. മുകുന്ദൻ്റെ കണ്ണിൽ പകയുടെ കനൽ ജ്വലിച്ചു. എന്താ സാറേ, ആരേലും പറഞ്ഞയക്കാനാണോ? എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ. അവൻ ഇനി വേണ്ട. പക്ഷേ ആ ചെക്കൻ വേണം. കോടികളുടെ മുതല. ഞാനൊന്ന് എഴുന്നേറ്റ് നടന്നോട്ടെ സാറേ, എല്ലാം ശരിയാക്കാം. എന്നാ ശരി, നിന്നെ കൂട്ടിക്കൊണ്ടു പോകാനാ ഞാൻ വന്നത്. ഇനിയിപ്പോൾ പറ്റില്ലല്ലോ, കാത്തിരിക്കാം. അയാൾ ബെഡിൽ നിന്നും എഴുന്നേറ്റു മുന്നിലേക്ക് നടന്നു. അല്ല, നിന്റെ ഭാര്യയുടെ അനിയത്തി അത്രയ്ക്ക് സുന്ദരിയാണോ? തിരിഞ്ഞു നിന്ന് ചോദിച്ചു. എൻ്റെ സാറേ. ജഗൻ കണ്ണുകൾ മുറുകെ അടച്ചു. അവളുടെ ഓർമ്മയിൽ ചുണ്ടിൽ ചിരി നിറഞ്ഞു. എന്നാ എന്നെ മറക്കണ്ട, മുകുന്ദൻ ചിരിയോടെ പറയുമ്പോൾ ജഗൻ തലകുലുക്കി. പഴയ രീതികൾ മാറിയില്ല അല്ലേ സാറേ? അതെങ്ങനെ മാറുടോ? എന്നാലും നിന്നെ ഈ വിധത്തിൽ ഇടിച്ചു പദം വരുത്തിയവൻ ആരാ? എനിക്ക് അവനെ നേരിട്ടൊന്ന് കാണണം. എല്ലാം നീ എഴുന്നേറ്റാൽ മാത്രമേ നടക്കൂ. കടുപ്പത്തിൽ പറഞ്ഞ് അയാൾ പുറത്തേക്ക് നടന്നു. അച്ഛാ, ഓടിക്കിതച്ച് വീട്ടിലേക്ക് വരുന്ന വേണിയെ കണ്ട് മാഷൊന്ന് ഭയന്നു. എന്താ മോളെ? വെപ്രാളത്തിൽ ചോദിച്ചു. അത് കയ്യിലിരുന്ന പാൽപാത്രം ഉമ്മറപ്പടിയിൽ വെച്ച് അവൾ നെഞ്ചുഴിഞ്ഞു. പാല് വാങ്ങി വരുന്ന വഴി നമ്മുടെ വാര്യത്തിന് മുന്നിൽ ഒരു വില കൂടിയ കാറ് കിടന്നു. ആരാന്നറിയാൻ ഞാൻ അവിടെ ചുറ്റിത്തിരിഞ്ഞു നിന്നു. ജഗന്റെ ആരോ ആണ്. ഞാൻ അയാളെ ഇവിടെയൊന്നും കണ്ടിട്ടില്ല. വലിയ പണക്കാരനാ. ശ്വാസം അടക്കി പിടിച്ച് ഒറ്റവായിൽ അവൾ പറഞ്ഞു നിർത്തി. ഇത് ആദർശ് മോനെ വിളിച്ചറിയിക്കണം. അറിയിക്കുമ്പോൾ ദേ ഈ കാറിൻ്റെ നമ്പർ കൂടി പറഞ്ഞു കൊടുത്തു. കാറിൻ്റെ നമ്പർ പറഞ്ഞു കൊടുത്ത് നിലത്തായിരുന്ന പാൽപാത്രവും കയ്യിലേക്കെടുത്ത് അകത്തേക്ക് നടന്നു. മാഷി ചിരിയോടെ മകളെ നോക്കി മിടുക്കി അഭിമാനത്തോടെ പറഞ്ഞു. നാച്ചു, പെട്ടെന്ന് വരണേ.
ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് മേലേക്കുള്ള സ്റ്റെപ്പുകൾ കയറുന്ന നക്ഷത്രയെ നോക്കി ആദർശ് പറഞ്ഞു. അവൾ ചിരിയോടെ തലകുലുക്കി. നേരത്തെ കോളേജിൽ പോയിട്ട് എന്തെടുക്കാനാ? നീ ലേറ്റായി പോകാറാണല്ലോ പതിവ്. പപ്പ കയ്യിലിരുന്ന പത്രം മടക്കി ടേബിളിലേക്ക് വെച്ച് സംശയത്തോടെ ചോദിച്ചു. അവൻ വെളുക്കനെ ചിരിച്ചു. പപ്പയ്ക്ക് അരികിലായി ആ തോളിൽ തല ചായച്ചു വെച്ചിരുന്നു. ഇന്നെന്തോ വല്ലാത്ത സന്തോഷം. ഇത്രയും നാളും അവളെ പിക്ക് ചെയ്യുന്നതും ഡ്രോപ്പ് ചെയ്യുന്നതും ആരേലും കണ്ടാലോ എന്ന് ഭയന്നിരുന്നു. ഇനി അത് വേണ്ട. നാച്ചു എൻ്റെ സ്വന്തമല്ലേ. മകൻ്റെ സന്തോഷം നിറഞ്ഞു തുളുമ്പിയ മുഖം പപ്പ ചിരിയോടെ നോക്കിയിരുന്നു. നാച്ചൂട്ട റെഡിയായോ? താഴെ നിന്നും ഉറക്കെ ആദർശ് ചോദിക്കുമ്പോൾ പപ്പ അവനെ രൂക്ഷമായി നോക്കി. എന്താ പപ്പ? മോള് പതിയെ വരും. രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും റെഡിയാക്കിയതാ. നീ ആ സമയത്ത് ഉറക്കമായിരുന്നില്ലേ? പെൺകുട്ടികളാ, അവർക്ക് റെഡിയായി ഇറങ്ങാൻ കുറച്ചധിക സമയം വേണം. കടുപ്പത്തിൽ പറയുമ്പോൾ അവൻ കൈത്തണ്ടയിലെ വാച്ചിലേക്ക് നോക്കി. നെടുവീർപ്പോടെ സ്റ്റെപ്പിന് നേർക്ക് കണ്ണുകൾ ചലിച്ചു. പപ്പ വിടർന്ന കണ്ണോടെ വിളിച്ചു. സെറ്റിയിൽ നിന്നും എഴുന്നേറ്റു. ലാവൻഡർ കളർ ഫുൾ സ്ലീവ് അനാർക്കലി ചുരിദാറാണ് വേഷം. വിടർത്തിയിട്ട തലമുടി, നെറ്റിയിൽ ഒരു കുഞ്ഞു പൊട്ട്, കടുപ്പിച്ചെഴുതിയ കണ്ണുകൾ. നക്ഷത്ര ആദർശിൻ്റെ മുഖത്തേക്ക് നോക്കി. ആദ്യേട്ടാ കൊള്ളാവോ? അവൻ കണ്ണും മിഴിച്ചു നിൽക്കുവാണ്. നന്നായിട്ടുണ്ട് മോളെ. അച്ഛൻ പറയുമ്പോൾ അവൾ ചിരിയോടെ തല കുലുക്കി. ഡാദി. പപ്പ അവൻ്റെ തോളിൽ ശക്തിയിൽ തട്ടി. അവൻ തലയൊന്ന് കുടഞ്ഞു. സൂപ്പർ. ഈ ഡ്രസ്സ് ആരുടെ സെലക്ഷനാ നാച്ചു? നക്ഷത്ര അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി. പപ്പയാണോ? ഡ്രസ്സ് എടുക്കാനൊക്കെ അറിയാം അല്ലേ? ആദി ചോദിച്ചു. അയാൾ ഏതോ ഓർമ്മയിൽ ചിരിച്ചു. നിന്റെ അമ്മയ്ക്ക് വേണ്ടുന്ന ഡ്രസ്സുകൾ ഞാനാ സെലക്ട് ചെയ്യുന്നത്. സ്വന്തമായി ഒരു ഡ്രസ്സ് പോലും അവൾ മേടിച്ച് ഞാൻ കണ്ടിട്ടില്ല. എല്ലാത്തിനും ഞാൻ വേണം. ഇടറിയ സ്വരം. അയാൾ മകന് മുഖം കൊടുക്കാതെ പുറത്തേക്ക് നടന്നു. പപ്പ ഞങ്ങൾ പോവാണ്. ആദർശ് ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു. കയറ് പെണ്ണേ. നക്ഷത്ര തിരിഞ്ഞ് അച്ഛനെ നോക്കി. ചെല്ലു മോളെ. തല കുലുക്കി ചിരിച്ച് അവന് പിന്നിലായിരുന്നു. സൂക്ഷിച്ചു പോകണം പപ്പ ഉറക്കെ പറഞ്ഞു. ഗേറ്റിന് പുറത്തേക്ക് ബുള്ളറ്റ് കടന്നു. അവൻ തിരിഞ്ഞ് നക്ഷത്രയെ നോക്കി മുഖം വീർപ്പിച്ചു. എന്താ ആദ്യേട്ടാ? ഒന്നുമില്ലേ? കടുപ്പത്തിൽ ചോദിക്കുമ്പോൾ നക്ഷത്ര ചിരിച്ചു. സോറി, മറന്നതല്ല. അച്ഛൻ നിൽക്കുമ്പോൾ അതുകൊണ്ടാ. ഇടുപ്പിലൂടെ കൈയിട്ട് ചുറ്റി പിടിച്ചു. മതിയോ? മതി. അവളുടെ കൈക്ക് മേലെ അവൻ്റെ ഇടം കൈ ചേർന്നു. പതിയെ തഴുകി. ഇത് വല്ലാത്തൊരു ഫീലാണ് എനിക്ക് തരുന്നത്. അരികിൽ നീ ഉണ്ടായിട്ടും ഈ നിമിഷം വല്ലാണ്ട് മിസ് ചെയ്തു. ആണോ? സോറി. അവൻ്റെ പിൻഭാഗത്ത് മുഖം അമർത്തി വെച്ചിരുന്നു. ബുള്ളറ്റ് മുന്നിലേക്ക് കുതിച്ചു. കോളേജ് ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറും മുന്നേ നക്ഷത്ര തല ഉയർത്തി ആദർശിനെ നോക്കി. ഇനി ആരോടും ഒന്നും മറക്കണ്ട. 3 മാസം കഴിഞ്ഞ് എല്ലാ ഫ്രണ്ട്സിനും ഒരു സദ്യ കൊടുക്കാം. എടാ ദേ വരുവാണ് ഇണപ്രാവുകൾ. നിതിൻ പറയുമ്പോൾ എല്ലാവരും ചിരിച്ചു. മെർലിൻ അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. എനിക്കും ഇതുപോലെ വരണം. ചുണ്ട് കൂർപ്പിച്ച് പറയുന്നവളെ സൂക്ഷിച്ചു നോക്കി. എന്താടാ നീ എന്നെ കണ്ടിട്ടില്ലേ? കടുപ്പത്തിൽ ചോദിച്ചു. ലൈസൻസ് കയ്യിൽ കിട്ടിക്കോട്ടെ, എല്ലാ മോഹവും തീർക്കാം. നക്ഷത്ര സുഖമല്ലേ നിനക്ക്? മെർലിൻ അവളെ കെട്ടിപ്പിടിച്ചു. സുഖ. അവൾ എല്ലാവരെയും നോക്കി ചിരിച്ചു. നക്ഷത്രയ്ക്ക് ഈ ഡ്രസ്സ് നന്നായി ചേരുന്നുണ്ട് കേട്ടോ. നിതിൻ പറയുമ്പോൾ സന്തോഷത്തോടെ തല കുലുക്കി. പോട്ടെ ആദ്യേട്ടാ. ക്ലാസ്സിലേക്ക് പോകാൻ നേരം അവനെ നോക്കി ചോദിച്ചു. ലഞ്ച് ബ്രേക്കിന് ഞാൻ വരും. അവൾ തിരിഞ്ഞു നടന്നു. പാവം, വിഷമങ്ങളൊക്കെ മറന്നു തുടങ്ങി അല്ലേ ആദി? ഒരിക്കലും ഇല്ല നിതിൻ, അവൾക്ക് ഒന്നും മറക്കാൻ കഴിയില്ല. പിന്നെ കാലം മായ്ക്കാത്ത വേദനകളും മുറിവുകളും ഇല്ലല്ലോ. പതിയെ പതിയെ നാച്ചു പഴയ നക്ഷത്രയായി മാറ്റണം. ആദർശ് തല ചരിച്ച് പ്രവീണിനെ നോക്കി. ആറ്റം ബോംബിന് കൈയും കാലും വെച്ച് ഐറ്റത്തെ വിളിച്ചോടാ. അവൻ ചുമലനക്കി. അതെന്താ? നിന്റെ വെപ്രാളം കണ്ടപ്പോൾ ഞാൻ കരുതി ഒരു ദിവസം കൊണ്ട് വളച്ച് കുപ്പിയിലാക്കുമെന്ന്. അത് വിളിക്കാൻ, ആ സ്വരം കേൾക്കാൻ കൊതിയുണ്ട്. പക്ഷേ പ്രവീൺ ഒന്ന് നിർത്തി. എന്ത് പക്ഷേ? പറയടത്തേണ്ടി. പേടി. എന്നെ അവള് വറുത്തു കോരും. പ്രവീണിൻ്റെ ദയനീയമായ നോട്ടം. മൂന്നും ഉറക്കെ ചിരിച്ചു. സാരമില്ലടാ, നിനക്ക് നല്ലൊരവസരം ഞാൻ സെറ്റാക്കി തരാം. അപ്പോൾ വളച്ചേക്കണം. ഷോൾഡറിലൂടെ കൈയിട്ട് ആദർശ് പറയുമ്പോൾ അവൻ സന്തോഷത്തോടെ തല കുലുക്കി.